അതിൻ്റെ എയർ ലെയറിങ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എയർ ലെയറിങ് ചെയ്ത തൈകളെ നമുക്ക് ഇതേപോലെ വളർത്തിയെടുക്കാം. അതായത് ഒരുപാട് വൻ വൃക്ഷമാകത്തില്ലെന്നേ ഉള്ളൂ എയർ ലെയറിങ് ചെയ്യുന്നത്. അതായത് ഇത് കണ്ടോ, തറയിൽ നിൽക്കുകയാണ്. എയർ ലെയറിങ് ചെയ്ത ബ്രാഞ്ച് തറയിൽ നിൽക്കുമ്പോൾ ഇതേ കണക്കുള്ള സസ്യങ്ങൾ കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് അതിനെ ചെടിച്ചട്ടിയിലൊക്കെ നിർത്തിയിട്ട് പരിപാലിക്കാം. അതേപോലെ ബോൺസായി ആയിട്ടൊക്കെ വളർത്താം. ഗാർഡനിങ് ഒരുപാട് പ്ലാനുകളുണ്ട്. അപ്പം ഏത് രീതിയിലും നമുക്ക് എയർ ലെയറിങ് ചെയ്യുന്നതിന് എടുക്കാൻ പറ്റും. അതായത് ഒരു മാതൃവൃക്ഷത്തിൻ്റെ കോപ്പി എന്നുണ്ടെങ്കിൽ എയർ ലെയറിങ്ങിനെ പറയാം. ഞാൻ പല വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, അറിയാം എൻ്റെ വീഡിയോ കാണുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് ആരും കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലും മനസ്സിലാകും. അല്ലെങ്കിൽ ഒരുപാട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതെങ്ങനെയാണ്. പക്ഷേ വീഡിയോയിൽ ഫുള്ള് കാണുന്നവരൊക്കെ അറിയാം. അതായത് കണ്ടോ, ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എയർ ലെയറിങ്. ഇതിൽ നിന്ന് ഒരുപാട് എയർ ലെയറിങ് ചെയ്തിട്ടുണ്ട്, കുറേ ചെയ്തൊക്കെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് എയർ ലെയറിങ് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ആവശ്യമായി നടന്ന മണ്ണ് എന്ന് പറയുന്നത് നല്ല മണൽ ചേർന്ന മണ്ണെടുക്കുക. അല്ലെങ്കിൽ സാധാരണ കല്ലില്ലാത്ത മണ്ണായാലും മതി.